വെൽക്കം ടു സവാരി ഗിരിഗിരി. അപ്പോൾ ഓണമല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. ഈ ഓണം ഞങ്ങൾ ഒന്ന് പൊലിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഓണമാക്കിക്കൊണ്ട് ഞങ്ങൾ അത്തപ്പൂക്കൾ വിട്ടു, വിളക്കുകൊണ്ട്, പിന്നെ കൂടാതെ ഇന്നത്തെ ഓണം നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്രഥമൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആ അടപ്രഥമൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അടപ്രഥമൻ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ഓണം സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണം ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്നത് പായസമായിരിക്കും അല്ലേ? അപ്പോൾ ആ പായസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പായസമാണ് അടപ്പായസം. അപ്പോൾ അടപ്പായസം നമുക്ക് പല അടകൾ വെച്ചുണ്ടാക്കാം. ഗോതമ്പിൻ്റെ കിട്ടുന്നുണ്ട്, മൈദയുടെ കിട്ടുന്നുണ്ട്, റൈസിൻ്റെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റൈസിൻ്റെതാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് ഡബിൾ ഹോസിൻ്റെ റൈസ് അടയാണ്. അത് നമുക്കിപ്പം ശർക്കര വെച്ചും ഉണ്ടാക്കാം, ഇല്ല എങ്കിലും നമുക്ക് പാലടയായിട്ടും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഞാൻ കാണിച്ചു തരാം. ശരിക്കും കണ്ടില്ല, ഭയങ്കര നൈസാണ് അട. നമുക്ക് പൊട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ കുഞ്ഞു മക്കൾക്കാണെങ്കിൽ തന്നെ ഇത് കഴിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്ന സാധനമല്ല. വലുതാണെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടക്കേട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഇത് വരുന്നില്ല. പിന്നെ നല്ല സുഖമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അത് വേവിച്ച് വരുമ്പോഴും കാണാനും ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന അട. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു ഏകദേശം ഒരു 300 ഗ്രാം അട എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴുകി, നന്നായിട്ട് കഴുകി, ഒരു വേവിക്കാനായിട്ട് അങ്ങനെ അളവൊന്നുമില്ല വെള്ളത്തിന്. നമുക്ക് ഒത്തിരി വെള്ളം എടുത്ത്, അതായത് ഇതിന് ഇത്തിരി പശയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒത്തിരി വെള്ളം എടുത്ത് നല്ലപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന അടയാണിത്. വേവിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, ഊറ്റണം. ഞാനത് ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുവാണ് അട. ഫിൽറ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചൂടുവെള്ളം ഊറ്റി മാറ്റിയിട്ട് നല്ലപോലെ തണുത്ത വെള്ളത്തിൽ കഴുകി അതിൻ്റെ പശമയെല്ലാം കളഞ്ഞ് ഫുൾ വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന അടയാണിത്. ഏകദേശം 300 ഗ്രാം അടയുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനുള്ള അടയായി. പിന്നെ തേങ്ങാപ്പാൽ മസ്റ്റാണ്. പിന്നെ തേങ്ങാപ്പാൽ ഇല്ല, നമുക്ക് കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പശുവും പാൽ യൂസ് ചെയ്യാം. പക്ഷേ തേങ്ങാപ്പാൽ നമ്മളിപ്പോൾ ഒതൻറ്റിക് ആയിട്ടുള്ളൊരു അടപ്പായസമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ യൂസ് ചെയ്യണം. അത് പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1.5 മുറി തേങ്ങയുടെ പാലാണ്. അതിൽ 2.5 ഗ്ലാസ് ഇത് 1-ാം പാലാണ്. പിന്നെ ഒരു 4.5 ഗ്ലാസ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. ചിലവർ പിന്നെ ഇതിൻ്റെ പിന്നെ ലൂസ് വേർഷനായിട്ട് 3-ാം പാൽ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പാലേ എടുക്കുന്നുള്ളൂ. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ശർക്കര ഉരുക്കിയതാണ്. ഇത് ഏകദേശം ഒരു 400-450 ഗ്രാം ശർക്കര ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ്. കാരണം അതിൽ നമുക്ക് ശർക്കര വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ശർക്കര കിട്ടും. ഉപ്പുള്ള ശർക്കര കിട്ടും, പിന്നെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉള്ള ശർക്കര കിട്ടും. അപ്പോൾ ഞാനിത് അതുകൊണ്ടാണ് അരിച്ച് വെച്ചിരിക്കുന്നത്. ഒത്തിരി ഇമ്പ്യൂരിറ്റീസ് ഇതിന് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനതൊരു 400-450 ഗ്രാമോളം ഉള്ള ശർക്കര. പിന്നെ നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കരയുടെ അളവ് മാറ്റാം, അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് മെയിൻ സാധനമാണ് നമ്മുടെ ഗാർണിഷിങ്ങിനും. പിന്നെ അട പായസമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ കാണാനൊരു ഭംഗി, അതിന് വേണ്ടി ഗാർണിഷിങ്ങിനായിട്ട് കാഷ്യൂസ് ഉണ്ട്, കിസ്മിസ് ഉണ്ട്. പിന്നെ നമ്മുടെ കണ്ടില്ലേ, നമ്മുടെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിൽ വറുത്തതാണ്. നെയ്യാണ് ഇതിൻ്റെ മെയിൻ സാധനം. വേറൊന്നും യൂസ് ചെയ്യരുത്. ആർട്ടിഫിഷ്യൽ നെയ്യോ അങ്ങനെ ഡാൽഡയോ അങ്ങനെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുത്. പായസത്തിൽ നെയ്യ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നെയ്യിൽ വറുത്ത സാധനമാണിത്. ഇത് നമ്മൾ അവസാനം ഗാർണിഷിങ്ങിന് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്തത് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മുടെ ഇതാണ് നമ്മുടെ ഏലക്ക പൊടിച്ചതാണ്. ഇത് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ള കളറിലിരിക്കുന്നത് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലേ പൊടിക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് ഈ കാണുന്നത്. നമ്മളിതിൽ ആവശ്യാനുസരണം നമ്മൾ അവസാനം പായസം തിളച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മളിത് അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയാണ് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് അടപ്പായസത്തിനുള്ളത്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഞാൻ പറയാം. റൈസിൻ്റെ അട, അത് വേവിച്ചത്, 1-ാം പാല്, 2-ാം പാല്, ശർക്കര കാച്ചിയത്, പിന്നെ അതിൻ്റെ കിസ്മിസ്, കാഷ്യൂസ്, തേങ്ങ വറുത്തത്, പിന്നെ ഏലക്ക പൊടിച്ചത്. അപ്പോൾ ശരി, നമുക്ക് അടുത്തത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം അതുപോലെ അടുത്ത് വയ്ക്കുക. ഇപ്പോൾ ഞാനിതിൽ കുറച്ച് നെയ്യ് കാണുന്നുണ്ടല്ലോ. ഈ നെയ്യിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിസ്മിസ് ആയാലും കാഷ്യൂസ് ആയാലും തേങ്ങ ആയാലും ഒക്കെ വറുത്തെടുത്തത് ഈ നെയ്യിലാണ്. അപ്പോൾ നമുക്ക് ആ നെയ്യ് വേറെ മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് എന്തായാലും പായസത്തിൽ നെയ്യ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യ് അതുപോലെ ഇരിക്കട്ടെ. ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബാക്കി പായസത്തിൻ്റെ ബാക്കി എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇത് അടുപ്പ് ഓൺ ചെയ്യാം.
ഇതിലേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് നമ്മുടെ കാച്ചി വെച്ച ശർക്കര. ഓക്കെ, ശർക്കരയിലാണ് നമ്മൾ ബാക്കി അടയും ബാക്കിയെല്ലാം ആഡ് ചെയ്ത് ഇളക്കി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ശർക്കര ആഡ് ചെയ്തു. ശർക്കര നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇപ്പോൾ ഞാൻ 400-450 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ശർക്കര ഉരുക്കുമ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ യൂസ് ചെയ്യണം. ശർക്കര ഉരുക്കി വരുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് വരും. അപ്പോൾ ശർക്കര കഴിവതും കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഉരുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ശർക്കര ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കാരണം നമ്മളിപ്പം പശയൊക്കെ കളഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഇതിലേക്ക് നമുക്ക് പൊടിച്ച് ചേർക്കാൻ പറ്റുന്നത്. പശ ഉണ്ടെങ്കിൽ ശരിക്കും ഇത് കട്ട കുത്തി കിടക്കും. അപ്പം അതിന് നമ്മൾ ഇട വരുത്തരുത്. വേവിച്ച് അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മളിത് ശരിക്കും ഇത് നല്ലപോലെ കഴുകി വേണം ഇത് വാർത്ത് വെക്കാനായിട്ട് അട. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ ശർക്കരയോട് യോജിപ്പിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ടയായിട്ട് കെട്ടിക്കിടക്കും. അപ്പം നല്ലപോലെ ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് പാല് ഒഴിക്കാൻ, രണ്ടാം പാൽ ഒഴിക്കാനായിട്ട്. ശർക്കര നല്ലപോലെ ഇത് പിടിക്കണം. ഇത് കുറച്ചുകൂടെ ഒന്ന് ഈ ശർക്കര ഒന്ന് കുറുകി ഈ ശർക്കര ഇതിലോട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി അടയിലോട്ട് നന്നായിട്ട് ഇതിൻ്റെ മധുരം പിടിക്കും. പിന്നെ നിങ്ങൾ കഴിവതും എന്താ പറയുക, സ്റ്റീലിൻ്റെ പാത്രം യൂസ് ചെയ്യാണ്ടിരിക്കുക. സ്റ്റീലിൻ്റെ പാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് പെട്ടെന്ന്. അപ്പം ഇതുപോലെ കഴിവതും ഇതിൻ്റെ അലുമിനിയം പാത്രമോ അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലായിട്ടുള്ള ഓട്ടുരുളിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടി പിടിക്കാതെ നമുക്ക് പായസം നന്നായിട്ട് കിട്ടും. അപ്പോൾ അത് കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം അത് കിടക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് കുറുകും. അപ്പോൾ നല്ല മധുരം അടയിലേക്ക് പിടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ചേർക്കാം. അപ്പോൾ കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ അട ഏകദേശം ഒരു 10-15 മിനിറ്റായിട്ട് ഇങ്ങനെ ശർക്കര എടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇത് ഏകദേശം കണ്ടോ കുറുകിയിട്ടുണ്ട്. അടയുടെ കളർ കണ്ടോ, നല്ല ആ വെള്ള കളറായിരുന്നു ആദ്യം ഇട്ടപ്പോൾ. അപ്പോൾ ഇപ്പോൾ കണ്ട ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അടയിൽ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള രണ്ടാം പാൽ, ഇത് ഒരു 4.5 ഗ്ലാസ് രണ്ടാം പാലുണ്ട്. ഇത് ഒഴിക്കുക. ഒത്തിരി ക്ഷമ വേണ്ട ഒരു പണിയാണ് കേട്ടോ അടപ്രഥമൻ വെക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കണ്ടോ, ഇത്രയും വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇത് ഇനിയും വീണ്ടും തിളച്ച് കുറുകണം. എന്നാൽ മാത്രമേ നമുക്കത് അതിൻ്റെ ഒരു എന്താ പറയുക, ആ പ്രഥമം കുടിക്കുന്ന ഒരു ഫീല് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനും നമുക്ക് കുറച്ച് നേരം തിളച്ച് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തിളക്കട്ടെ. ഞാനിപ്പോൾ ഇത് രണ്ടാം പാൽ ഒഴിച്ചു. ഇനി നല്ലപോലെ തിളച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശർക്കര എങ്ങനെ കുറുകിയോ അതുപോലെ അത്രയും തന്നെ ഇല്ലെങ്കിൽ കൂടി ഏകദേശം അത്രയും തന്നെ ഇത് കുറുകണം. എന്നാൽ മാത്രമേ ഫസ്റ്റ് പാൽ ഒഴിക്കുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് തിളക്കട്ടെ. അപ്പോൾ ഇതിന് ഇപ്പോൾ 15 മിനിറ്റല്ല, കുറച്ചുകൂടി കൂടുതൽ സമയം വേണ്ടി വരും. ഏകദേശം ഒരു 20 അല്ലെങ്കിൽ ഒരു 25 മിനിറ്റോളം ഇത് കിടന്നാൽ മാത്രമേ നമുക്കത് ഇപ്പോൾ കുറച്ച് ലൈറ്റ് കളറല്ലേ, പിന്നെ കുറുകി വരുമ്പോൾ കുറേ കൂടി ലൈറ്റ് കളറായിട്ട് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡായിട്ട് വരും, ബ്രൗൺ ഷെയ്ഡായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പാൽ അല്ലെങ്കിൽ ഒന്നാം പാൽ നമുക്ക് ഒഴിക്കാം. അതുവരെ ഇത് തിളക്കട്ടെ. ഓക്കെ അപ്പോൾ നമ്മളിത് കണ്ടോ, നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡായിട്ടുണ്ട്. കുറുകിക്കൊണ്ടിരിക്കുവാണ്. ഇത് പോരാ, കുറച്ചുകൂടെ കുറുകാനുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്റ്റീലാണെങ്കിൽ അടി പിടിക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ശർക്കര പെട്ടെന്ന് അടി പിടിക്കും.
എന്നാലും സ്റ്റീലല്ല എങ്കിൽ കൂടി നോർമൽ ഏത് പാത്രമായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ആകും, കുറച്ചുകൂടി കുറുകും. എന്നിട്ട് മാത്രമേ, കാരണം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, കാരണം പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് മാക്സിമം അട വേവിക്കുന്നതായാലും കുറുക്കുന്നതായാലും ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ കുറുക്കാനായിട്ട്. രണ്ടാം പാൽ ഒഴിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് ചൂടായ ഉടനെ നമ്മളത് അടുപ്പ് ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് കുറച്ചുകൂടെ കുറുകാനുണ്ട്. നമ്മൾ കുറുകിയിട്ട് അടുത്ത സ്റ്റേജ് കാണിക്കാം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പരുവം. അവസാനമൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യണം. കുറുകി വരുമ്പോൾ ഞാൻ പറയാം ശർക്കരയാണ്, അടി പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നെയ്യിലല്ലേ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് പായസം നെയ്യ് വേണമല്ലോ. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുറുക്കാം നമുക്ക്. എന്നിട്ട് ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് ഇത് വാങ്ങി. ഒന്നാം പാൽ ഒഴിക്കുവാണേ. ഇത് തിളക്കേണ്ട കാര്യമല്ല. ഒന്നാം പാൽ ഒഴിച്ച് നമുക്കൊന്ന് ഇപ്പം തന്നെ ചൂടായി പാല്. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. ഇത് വറ്റേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. കണ്ടോ, തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ എടുത്ത് വറുത്ത് വെച്ചിരിക്കുന്നത് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങ വറുത്തത്, പിന്നെ ലാസ്റ്റ് നമ്മുടെ ഏലക്ക പൊടിച്ചത്. അത് ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. തൽക്കാലം കുറച്ച് മതി. നന്നായിട്ട് എടുക്കുക. നമ്മുടെ ഓണം സ്പെഷ്യൽ അടപ്രഥമൻ റെഡിയായിട്ടുണ്ട്. മതി. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്, കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. കുഞ്ഞു മക്കൾക്കും കഴിക്കാവുന്നതാണ്. കാരണം അടയ്ക്ക് വലിയ വലിപ്പമൊന്നും ഇല്ലാത്തത് കാരണം കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടമാവും. നെയ്യും അണ്ടിപ്പരിപ്പും എല്ലാം ചേർത്ത് കഴിക്കുന്നത് ഭയങ്കര നല്ല ടേസ്റ്റാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു സേഫ് ആൻഡ് ഹാപ്പി ഓണം വിഷയമാണ്. കൊറോണ ആയത് കാരണം എല്ലാവരും വീട്ടിലിരുന്ന് തന്നെ ഓണം ആഘോഷിക്കാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഓണം. എൻജോയ് ദ ഡേ. താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ 2 ഗ്ലാസ് അടപ്രഥമനൊക്കെ കുടിച്ച് വളരെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഊണും സദ്യയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ഇത് കണ്ടിട്ട് പ്രഥമൻ ഉണ്ടാക്കി പരീക്ഷിക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.